ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നു. കേരള ഗാനത്തിനായി നിർബന്ധിച്ച് പാട്ടെഴുതിപ്പിച്ച ശേഷം തഴഞ്ഞുവെന്നതാണ് വിമർശനം. കെ സച്ചിദാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചുവെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം. ഗാനം യൂട്യൂബിലൂടെ പുറത്തുവിടുമെന്നും ഇനി അക്കാദമിക്ക് ഗാനം നൽകില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എഴുതിച്ചിട്ട് ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടല്ലേ? ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനെന്ന് സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിനാരായണന്റെ പാടെടുത്തെങ്കിൽ ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതല്ല ഇൻസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവസരം നോക്കിയിരുന്ന അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. കാരണം അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. അതെന്റെ നന്മയാണ്. ശ്രീകുമാരൻ തമ്പിക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വിശദീകരണം. നിലവിൽ ആരുടെയും സൃഷ്ടികൾ കേരള ഗാനത്തിനായി തിരഞ്ഞെടുത്തിട്ടില്ലെന്നും സർക്കാരിന്റെ അംഗീകാരത്തോടെ അന്തിമ തീരുമാനമെടുക്കുമെന്നും സെക്രട്ടറി CP അബൂബക്കർ പറഞ്ഞു. ഇത് ദീർഘകാലം നിലനിൽക്കേണ്ടുന്ന ഒരു ഗാനമാണ്. ആരുടെ ഗാനമായാലും അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കണം. അതിന് പറ്റിയൊരു ഗാനമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. കുറേ ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിനോടും ഗാനത്തിന് ആവശ്യപ്പെട്ടിരുന്നു, മറ്റു ചിലരോടും ഗാനത്തിന് ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരികയും ചെയ്യും. നിലവിൽ ഒരു പാട്ടും സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇതിലൊരു മെമ്പർ സെക്രട്ടറി മാത്രമാണ്. അതിൻ്റെ ഒരു കണ്ടന്റ് പരിശോധിക്കുന്നതിനൊന്നും ഞാൻ ബാധ്യസ്ഥനല്ല. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം സംബന്ധിച്ച വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സാഹിത്യ അക്കാദമി ഈ പുതിയ വിവാദത്തെ കാണുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ അജീഷ് ജയകുമാർ, ഞങ്ങളുടെ പ്രതിനിധി തൃശ്ശൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു ബിഗ് ബ്രേക്കിംഗിൽ. ഗിരീഷ്, എന്താണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് താൻ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയത്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തന്നെ നിർബന്ധിച്ചാണ് ഈ പാട്ട് എഴുതിച്ചത് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. ഇതിനുശേഷം ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നൽകി. അപ്പോൾ നന്ദി എന്ന ഒരു സന്ദേശം മാത്രമാണ് തനിക്ക് ലഭിച്ചത്. പിന്നീടാണ് പത്രങ്ങളിൽ നിന്ന് ഈ ഗാനത്തിനായി വീണ്ടും അപേക്ഷകൾ ക്ഷണിക്കുന്ന ഒരു പരസ്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ സച്ചിദാനന്ദനും അതോടൊപ്പം തന്നെ അക്കാദമിയിലെ മറ്റുള്ളവരും ശ്രമിക്കുകയായിരുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തന്റെ ഗാനത്തിൽ ക്ലീഷ ഉണ്ട് എന്ന സച്ചിദാനന്ദന്റെ വിമർശനമാണ്. ഈ വിമർശനം ആണ് തന്നെ അപമാനിക്കാനായി സച്ചിദാനന്ദൻ ഉപയോഗിച്ചതായി ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ചൂണ്ടിക്കാട്ടുന്നത്. അവസരം നോക്കിയിരുന്ന് തന്നെ അപമാനിക്കുകയായിരുന്നു. അവരുടെ ട്രാപ്പിൽ താൻ വീണു എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി സമ്മതിക്കുന്നത്. സച്ചിദാനന്ദൻ എഴുതുന്നതാണ് കവിത എന്ന് പറഞ്ഞാൽ താൻ അംഗീകരിക്കില്ല എന്നും ശ്രീകുമാരൻ തമ്പി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. താൻ ചില കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. ഇതൊക്കെയാണ് തന്നോടുള്ള വിരോധത്തിന് കാരണം. പ്രത്യേകിച്ച് സച്ചിദാനന്ദനുമായ ചില അസ്വാരസ്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കാരണമാണ് താൻ അപമാനിക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് പാട്ട് എഴുതിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇതിനുശേഷം തന്നെ അപമാനിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഗാനങ്ങൾ കൂടി ക്ഷണിക്കുകയായിരുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ഉന്നയിക്കുന്നത്. തനിക്ക് സാഹിത്യ അക്കാദമി ഒരു അവാർഡ് പോലും ഇതുവരെ നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ സാംസ്കാരിക മന്ത്രി നിർബന്ധിച്ചാൽ പോലും ഈ ഗാനം താൻ നൽകില്ല എന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് തന്റെ തീരുമാനമെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തനിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പും കമ്മ്യൂണിസ്റ്റുകളോട് ഇല്ല, തനിക്ക് രാഷ്ട്രീയമില്ല, താൻ ഈ പറയുന്നത് അക്കാദമിയെക്കുറിച്ച് മാത്രമാണ് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കുന്നത്. അക്കാദമിക്കെതിരായി ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു അച്ചുതണ്ടായി സച്ചിദാനന്ദനും അതോടൊപ്പം തന്നെ അബൂബക്കറും മാറിയിരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു വിമർശനം കൂടി ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ഉന്നയിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ, വളരെ ഗൗരവമേറിയ വിമർശനങ്ങളാണ് ശ്രീകുമാരൻ തമ്പി ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് അക്കാദമി ഈ വിഷയത്തെ കാണുന്നത് എന്നതിന്റെ വിവരങ്ങൾ നൽകാൻ അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. അജീഷ്, ഇത് രണ്ടാമത്തെ വിവാദമാണെന്ന് പറയാം. ഒന്നാമത്തെ വിവാദത്തിൽ
ബാലചന്ദ്രൻ ചുള്ളിക്കാട് രൂക്ഷമായ ഭാഷയിൽ അക്കാദമിയുടെ സമീപനത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിനെ തിരുത്തിക്കൊണ്ട് അക്കാദമിയുടെ ഭാഗത്ത് നടപടിയുണ്ടായി. ഇപ്പോഴത്തെ ശ്രീകുമാരൻ തമ്പി പറയുന്നു, ഗാനം എഴുതി വാങ്ങി അത് നിരാകരിക്കുന്ന തരത്തിൽ തന്നെ അപമാനിച്ചിരിക്കുന്നു അക്കാദമി എന്നാണ്. എന്താണ് ഈ കാര്യത്തിൽ CP അബൂബക്കർ, അക്കാദമിയുടെ മെമ്പർ സെക്രട്ടറി, നൽകുന്ന വിശദീകരണം? ഗോപികൃഷ്ണൻ, ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടക്കമിട്ട വെടിമരുന്ന് ഇപ്പോൾ പുതിയ ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനത്തിന് മറുപടിയായി സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ തന്നെ രംഗത്തെത്തിയിരുന്നു. ശ്രീകുമാരൻ തമ്പിയെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ കവിത എഴുതാൻ ആവശ്യപ്പെട്ടത്, മറിച്ച് തങ്ങൾക്ക് ഏറ്റവും മികച്ച ഗാനം തന്നെ വേണമെന്നൊരു ആവശ്യം, അവരുടെ ഒരു ആവശ്യം ഈ സാഹിത്യ അക്കാദമി യോഗത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം തന്നെ ശ്രീകുമാരൻ തമ്പിയെ സമീപിച്ചത്. അങ്ങനെ അദ്ദേഹത്തോട് ഗാനം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ആ ഗാനത്തിൽ ചില പോരായ്മകൾ, അങ്ങനെ ഈ ഒരു ബോഡിയുണ്ട്, ഈ ബോഡിയാണ് യോഗം ചേർന്ന് ഈ ഗാനം വിലയിരുത്തുന്നത്. ഈ വിലയിരുത്തിയതിന് ശേഷം ആ ഗാനത്തിന് ചെറിയ പോരായ്മകൾ തോന്നിയത് കൊണ്ടാണ് പരസ്യം നൽകി മറ്റുള്ളവരിൽ നിന്നും ഗാനം സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് പല കോണിൽ നിന്നുള്ള ആളുകൾ, ഈ പൊതുജനങ്ങളിൽ നിന്നടക്കം പരസ്യം നൽകിക്കൊണ്ട് പല ആളുകളിൽ നിന്നും ഗാനങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സച്ചിമാഷ് പറഞ്ഞത് തന്നെ തങ്ങൾക്ക് ദേശീയ ഗാനം പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗാനം വേണമായിരുന്നു. അതുകൊണ്ടാണ് പല കോണിൽ നിന്നും ആളുകളിൽ നിന്നും കവിതകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ CP അബൂബക്കർ പറഞ്ഞത്, അങ്ങനെ നിലവിൽ CP അബൂബക്കറിന്റെ മാത്രം വിശദീകരണമാണ്. നിലവിൽ ഈ ഗാനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അത് സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷെ സച്ചിദാനന്ദന്റെ ഒരു മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നത്, അതായത് ഈ ശ്രീകുമാരൻ തമ്പിയുടെ കവിതയിൽ ക്ലീശകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. പകരം BK ഹരിനാരായണന്റെ ഗാനം സ്വീകരിച്ചുവെന്നാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ബിജിപാൽ ഈ ഗാനത്തിന് സംഗീതം നൽകുമെന്നും സച്ചിദാനന്ദ മാഷ് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അങ്ങനെ ഈ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനത്തിന് ഒരു മറുപടിയായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അജീഷ്, ഈ അക്കാദമിയുടെ പ്രതികരണത്തിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടല്ലോ. കാരണം മെമ്പർ സെക്രട്ടറി CP അബൂബക്കർ പറയുന്നു, കേരള ഗാനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല, പലരുടെ ഭാഗത്തു നിന്നും അവരുടെ സൃഷ്ടികൾ ക്ഷണിച്ചു, അതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ ഇവിടെ സച്ചിദാനന്ദൻ പറയുന്നു തീരുമാനമെടുത്തു, അത് പിന്നെ സംഗീതം പകരാൻ വേണ്ടി കഴിഞ്ഞുവെന്നുമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ. തീർച്ചയായും നമ്മളിന്ന് രാവിലെയാണ് സാഹിത്യ അക്കാദമി സെക്രട്ടറിയെ കണ്ട്. അദ്ദേഹം രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലെന്നാണ്. പിന്നീട് സച്ചിദാനന്ദൻ മാഷിന്റെ ഒരു വിശദീകരണം വന്നത് ഈ കവിത നിരാകരിച്ചു, പകരം BK ഹരിനാരായണന്റെ കവിത സ്വീകരിക്കുകയുമാണ് ഉണ്ടായതെന്നാണ്. ഈ എങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ ഇരുവരും തമ്മിൽ അവരുടെ പ്രസ്താവനയിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സച്ചിദാനന്ദൻ മാഷിന്റെ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടല്ലോ എന്ന് സെക്രട്ടറിയോട് ചോദിച്ചെങ്കിലും അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അറിയില്ല, അത് പിന്നീട് തീരുമാനിക്കും, സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബോഡിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സച്ചിദാനന്ദൻ ഇക്കാര്യത്തിൽ ഒരു പ്രത്യക്ഷമായി തന്നെ ഒരു മറുപടി നൽകിയിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ നിരാകരിച്ചു, പകരം BK ഹരിനാരായണന്റെ ഗാനം സ്വീകരിച്ചു എന്നൊരു നിലപാടാണ് സച്ചിദാനന്ദൻ മാഷ് സാഹിത്യ അക്കാദമിയുടെ ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശരി അജീഷ്, ഞാൻ ഗിരീഷിലേക്ക് ഒരിക്കൽ കൂടി പോട്ടെ. ഗിരീഷ്, ശ്രീകുമാരൻ തമ്പി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഗാനം അക്കാദമി നിരാകരിച്ചു എന്ന കാര്യം പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ സച്ചിദാനന്ദൻ അക്കാദമിയുടെ അധ്യക്ഷൻ അജീഷ് ജയകുമാറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നേരത്തെ അദ്ദേഹത്തിൻ്റെ കവിത, അദ്ദേഹത്തിന് സൃഷ്ടി ലഭിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ക്ലീശകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മാറ്റി മറ്റൊരു രചന തരണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ല, അതിനെ തുടർന്നാണ് അത് നിരാകരിച്ചത് എന്നാണ്. അങ്ങനെ ഒരു കാര്യം ശ്രീകുമാരൻ തമ്പി സാർ സമ്മതിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല, ശ്രീകുമാരൻ തമ്പി തന്റെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. തന്നോട് ഒരു ഗാനം വേണമെന്ന് ആവശ്യപ്പെട്ടു, എന്നാൽ താൻ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ മലയാളത്തിൽ ശ്രീകുമാരൻ തമ്പി അല്ലാതെ വേറെ ആരാണ് ഇത്തരത്തിലൊരു ഗാനം എഴുതി നൽകാൻ അർഹനായിട്ടുള്ളത് എന്ന ചോദ്യമാണ് അവർ തിരിച്ചുന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ പറഞ്ഞപ്പോൾ താൻ ഈ ഗാനം എഴുതി നൽകിയത്. ഇതിനുശേഷം ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് ആദ്യ
വരിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതായിരുന്നു അക്കാദമിയുടെ ആവശ്യം. ഇതനുസരിച്ച് താൻ മാറ്റി നൽകുകയാണ് ചെയ്തത്. ഇതിനുശേഷം നന്ദി എന്ന ഒരു ആശയവിനിമയം അല്ലാതെ മറ്റൊരു കാര്യവും തന്നോട് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. മറ്റൊരു ഗാനം എഴുതി നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ ഗാനത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്ന് തന്നോട് പറയുന്നതിനോ ഇതുവരെ അക്കാദമി തയ്യാറായിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തന്നെ അപമാനിക്കലായിരിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ശ്രീകുമാരൻ തമ്പി ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അപമാനിച്ചു, തന്നെ അക്കാദമി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ചെയർമാനും അപമാനിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ശ്രീകുമാരൻ തമ്പി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ആവശ്യവും അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇത് താൻ എഴുതി നൽകിയതിനു ശേഷം ഇത് പരിഗണിക്കുന്നു, ഇത് അവർ സ്വീകരിക്കുന്നു എന്ന് താൻ വിശ്വസിക്കുന്നു. ഇതിനുശേഷമാണ് ഈ പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് കാണുന്നത്. ഈ ഒരു സമയത്താണ് താൻ അപമാനിക്കപ്പെട്ടതായി, താൻ ചതിക്കപ്പെട്ടതായി തനിക്ക് വ്യക്തമാകുന്നത് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ തുറന്നടിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം എത്തിച്ചത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് അജീഷ് ജയകുമാർ എന്താണ് ഈ വിഷയത്തെ എങ്ങനെയാണ് അക്കാദമി കൈകാര്യം ചെയ്തത് എന്നതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. CP അബൂബക്കറിന്റെ പ്രതികരണവും അതിനുശേഷം ഇപ്പോൾ ഒടുവിൽ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദന്റെ പ്രതികരണവും അജീഷ് ജയകുമാർ നമ്മളിലേക്ക് എത്തിച്ചു. ഏതായാലും മറ്റൊരു പുതിയ വിവാദത്തിന് വേദിയാവുകയാണ് സാഹിത്യ അക്കാദമി. അവിടെ കേരള ഗാനത്തിനു വേണ്ടി തൻ്റെ പക്കൽ നിന്ന് സൃഷ്ടി ക്ഷണിക്കുകയും അതിനുശേഷം അത് നിരാകരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ശ്രീകുമാരൻ തമ്പി, ഗാനരചയിതാവും കവിയുമായ ശ്രീകുമാരൻ തമ്പി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ക്ലീശകൾ കടന്നുകൂടിയതുകൊണ്ട് തിരുത്തി എഴുതി തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് ശ്രീകുമാരൻ തമ്പി തയ്യാറാകാത്തത് മൂലം മറ്റൊരാളുടെ, ഹരിനാരായണന്റെ സൃഷ്ടി കേരള ഗാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് K സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ സ്ഥിരീകരിക്കുന്നു. അതേസമയം ഏതെങ്കിലും ഒരു കൃതി തിരഞ്ഞെടുത്തതായി തനിക്ക് അറിവില്ല എന്നാണ് മെമ്പർ സെക്രട്ടറി CP അബൂബക്കർ പറയുന്നത്. സാഹിത്യ അക്കാദമിയുടെ പ്രതികരണത്തിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.